അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ പറയുക, കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ അറിയുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം ഞാൻ എന്താ കണ്ടൻറ് ഇടുന്നത് എന്ന്. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം സംഭവിക്കുന്നത് തന്നെയാണ് ഞാൻ ഇടുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓരോ ലൈഫ് സ്റ്റൈല്. എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനേറെ എൻ്റെ പുരിക ഇങ്ങനെ ഒട്ടിച്ച് താങ്ങണമെന്ന് വരെ ചോദിച്ചവർക്ക് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീൽ ചെയർ എങ്ങനെ യൂസ് ആക്കാന്നുള്ളത് അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ഏറെക്കുറെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തു വരുന്നല്ലേ ഉള്ളൂ, ഒരു മാസമേ ആയിട്ടുള്ളൂ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടും പറയും. പിന്നെ ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ ആളുകൾക്ക് അറിയാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 4 വർഷമായി. അപ്പോൾ 4 വർഷത്തിൽ ഒന്നും ആയിട്ടില്ല, അതാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞത് പറഞ്ഞത് തന്നെ പറയേണ്ട, ചാനൽ നഷ്ടമായിട്ടുണ്ട്, ഒക്കെ പോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ചാനലിലോട്ട് വന്നിട്ട് അപ്പോൾ നമുക്കത് പറഞ്ഞാൽ മതിയല്ലോ. ഞാനൊരു മാസം കഴിഞ്ഞിട്ടുണ്ട്, മോണിറ്റൈസ് ആയിട്ടില്ല. പിന്നെന്താ, മെയിനായിട്ട് ഇപ്പോൾ അതാണ് എൻ്റെ ഒരു ലക്ഷ്യം, മോണിറ്റൈസ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യം തന്നെ. അപ്പോൾ അതാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ടും 4 വർഷമായി. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്, അല്ലാണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഫിൽറ്റർ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഫിൽറ്റർ യൂസ് ആക്കാത്ത ആരുമില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ തന്നെ പറയാം. ഞാൻ ഫിൽറ്റർ യൂസ് ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ എടുക്കുന്നത്, അപ്പോൾ നോർമൽ ക്യാമിൽ എടുക്കില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഫിൽറ്റർ എടുക്കും. അപ്പോൾ ഇഫക്റ്റ് കൂടുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചിലർക്ക് എന്താ പറയുക ഇഷ്ടക്കേട് തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടമാണ്, എന്തെങ്കിലാവട്ടെ. ഞാൻ എൻ്റെ ഇതിൽ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നല്ല പറയാൻ വന്നത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ പറയുക, ഞാൻ യൂട്യൂബിൽ വന്നത് എനിക്ക് ഒരു വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഒരാളെ വേണമെന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ യൂട്യൂബിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തു പോയി ഒരു ജോലി ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്നെ തന്നെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു കള്ളായി മാറും. എൻ്റെ ഉമ്മ വിടൂല, എൻ്റെ ഫാമിലി വിടൂല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുന്നത്, യൂട്യൂബിൽ നിന്നൊരു ഏണിങ്സ് കിട്ടി അങ്ങനെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അല്ലാണ്ട് ഒരു പാഷനായിട്ടോ കാര്യത്തിനൊന്നും അല്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും ഞാൻ അത് വേണമെന്ന് വാശി പിടിക്കാത്ത ഞാൻ മറ്റുള്ളവരോട് പറയും. എൻ്റെ കൂടപ്പിറപ്പായ അഫീനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തത് തന്നെയാണ് ഇന്നോളം ഞാൻ വീഡിയോ ഇട്ടത്. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അത് വേണോ ഇത് ഞാൻ ആകെ നിങ്ങളെ മുമ്പിൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ചാനലൊന്ന് ഷെയർ ആക്കുമോ, അതാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട്. ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു വാക്ക്. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആരെയും എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. പ്രപ്പോസലായിട്ട് വന്ന ആളെ ഞാൻ കളിയാക്കല്ല. അപ്പം പറയും നിനക്കതിന് യോഗ്യത ഉണ്ടോയെന്ന്. യോഗ്യത ഒന്നുമില്ല, നിങ്ങളെപ്പോലെ ഞാൻ നോർമൽ പേഴ്സൺ അല്ല, സമ്മതിച്ച്. എന്ന് വെച്ച് ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഞാൻ വീൽ ചെയറിലാണെന്ന് വെച്ചിട്ട് ഞാൻ നോർമലായി അതായത് നോർമൽ പേഴ്സൺ ആയിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കാൻ പാടില്ലേ? ഞാൻ ആഗ്രഹിച്ച് നല്ല കേട്ടോ പറഞ്ഞത്. എൻ്റെ ഉപ്പാനേക്കാൾ പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എങ്ങനെ എന്തെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞാനിവിടെ എന്താ പറയുക അടച്ചു മൂടിയിട്ടിരിക്കുന്ന ആളല്ല. എന്തായാലും എന്നെ അറിയാൻ മതിയായിരിക്കും. വല്ലപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകുന്നുണ്ട് ഉമ്മാൻ്റെ കൂടെ, ഒറ്റയ്ക്കല്ല. പിന്നെ ഇപ്പം മീഡിയയിൽ ഞാനുണ്ട്. ഇപ്പം ആർക്കും എന്തും ഈസി ആയിട്ട് പറയാലോ, നിങ്ങളെ മോള് യൂട്യൂബിലുണ്ടല്ലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഒന്നും സമയം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഉപ്പാനേക്കാൾ പ്രായം ഇന്ന് എൻ്റെ ഒപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും പ്രായമുള്ള ഒരാൾ. അപ്പോൾ സത്യം പറയാൻ ഉമ്മക്ക് എന്നെ കരച്ചിലൊന്നും കേട്ടോ, ഉമ്മ വേഗം കരയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉമ്മ ഒരുപാട് കരഞ്ഞപ്പോൾ ഉമ്മ പറയാം ഇതൊക്കെ ഞാൻ കാണണമെന്ന് വെച്ചാൽ ഉമ്മ പെട്ടെന്ന് കുറേ കരഞ്ഞു. എനിക്ക് പിന്നെ കരച്ചിലൊന്നും വന്നില്ല. എനിക്ക്
പെട്ടെന്ന് എന്തോ ആയിപ്പോയി. അപ്പോൾ ഉമ്മ പറയാം, നിനക്ക് അഫിൻ്റെ കല്യാണം കഴിഞ്ഞ നാളിലും അഫിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും എന്തിന് ഇപ്പോഴും വരുന്നുണ്ട്? എൻ്റെ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ ഇപ്പം അടുത്ത് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടും കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അത്രേ. ഉമ്മ വെറുതെ പറഞ്ഞു, എൻ്റെ മോളെ ഒറ്റയ്ക്കാണ്, ഞാൻ വേഗം പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഉമ്മ വേഗം ഡോക്ടേഴ്സ് എടുത്തെന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇതാവാൻ വേണ്ടി ഉമ്മ പറയട്ടോ, ഞാൻ ഓളെ ലോക്ക് ചെയ്തിട്ടാണ് വന്നതെന്നൊക്കെ പറയും. നിങ്ങളെ മോക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉമ്മ പറയും, ഒന്നുമില്ല, ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഉമ്മ പറയാം, ഞാൻ എന്ത് ചെയ്ത് ഇപ്പം ചാനലുണ്ടല്ലോ, അപ്പം ഉമ്മ തസ്ലീം മീഡിയ എന്ന് മാത്രം ഉമ്മ പറഞ്ഞു കൊടുത്തു, അല്ലാണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. അടിച്ച് നോക്കി എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പറയാണ് അത്ര, ഞാൻ എന്നെ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, ഈ കുട്ടിക്ക് എന്താ കുഴപ്പമോ, നല്ല മോളാണല്ലോ എന്നൊക്കെ പറഞ്ഞത്രേ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എന്നെ ഇതാക്കി പറയല്ല. അപ്പം അങ്ങനെയല്ല, ഞാൻ ആരെടുത്തേക്കും വരുന്നില്ല. എൻ്റെ ഉമ്മ അതാ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഉമ്മാനോടും പറയുന്നില്ല, എൻ്റെ ഫാമിലിനോടും പറയുന്നില്ല. എന്തിന്? കുറേ ആളുകൾ എൻ്റെ കഴിഞ്ഞ ചാനലിൽ പറഞ്ഞിരുന്നു അത്ര, മോളെ നിനക്ക് ഹംസക്കാനോട് ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ. എന്തിനാ? ഹംസക്കാൻ ഞാനും എന്താ പറയുക, വാട്സപ്പിൽ തന്നെ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കുട്ടിക്കളിയല്ല. ഒരുപാട് ആളുകളെ ലൈഫിൽ ഞാൻ കണ്ടുവരുന്നതാണ്, ഇപ്പോഴും കാണുന്നുണ്ട്, നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ്, വയ്യ ആ ഒരു കാര്യത്തിലേക്ക്. കാരണം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് കഴിഞ്ഞെന്നുള്ള പേര് വെക്കും. ഇപ്പോൾ ഈ ഒരു ലേബൽ എന്താ, കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം അതിനോളം വലുതൊന്നുമില്ല. അതായത് ഒരു ഗെയിമല്ല, കല്യാണം ഒരു ഗെയിമല്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. നല്ല ആൾക്കാരെ തന്നെ ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ ഈ പറയുന്ന ആളുകൾ കല്യാണം കഴിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകൾ തന്നെ എനിക്ക് നേരെ വിരൽ ചൂണ്ടും. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ, അവിടെ നിന്നാൽ പോരേനോന്ന് പറയും, തീർച്ചയായിട്ടും പറയും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അന്നും പറയുന്ന പോലെ റബ്ബ് എനിക്ക് അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോ വിധിച്ചതല്ലേ നമുക്കൊക്കെ കിട്ടുള്ളൂ. ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും, ഞാൻ എന്തോരം തട്ടി മാറ്റിയാലും റബ്ബ് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനിയിപ്പോൾ അത് നിങ്ങൾ ഇവർ ചോദിച്ച പോലെ അങ്ങനെയാണ് നിൻ്റെ വിധിയെങ്കിൽ, അങ്ങനെയാണ് എൻ്റെ വിധിയെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. വിധിയെ ഒന്നും തോൽപ്പിക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ അത് പഠിച്ചവന് വിട്ടുകൊടുത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് ഇവർ വന്നപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, അതാണ് സത്യം. ഞാൻ ഈ വന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഇൻകം വാങ്ങുക, അത് മാത്രം. അല്ലാണ്ട് നാട്ടുകാരെ അടുത്ത് ഒന്നും വാങ്ങണം ഒന്നുമല്ല. എനിക്ക് ഇന്നോളം ആഗ്രഹിക്കുക, റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. കാരണം ഒരു അസുഖം വന്നാൽ കഴിഞ്ഞ് എല്ലാവരും കഥയും അത് വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഒരു അസുഖം വന്നാൽ കഴിഞ്ഞ്, ഒരു കൂട്ടുവായ ഇട്ടിട്ട് അടയ്ക്കാൻ പറ്റാതായ കഴിഞ്ഞ്. ഇതൊന്നും ജനങ്ങൾ ഓർക്കുന്നില്ല. അവള് വയ്യാത്ത കുട്ടിയല്ലേ, അപ്പം പിന്നെ ഇതൊക്കെ തന്നെ ധാരാളം. അതൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് കേട്ടാളാണ് ഞാൻ എൻ്റെ ഉമ്മാരോടും. അല്ല, ഓൾക്കിപ്പോൾ എന്താ, ഓള് വയ്യാത്ത കുട്ടിയല്ലേ, അപ്പോൾ ഒരു ജീവിതം കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് ജീവിതം വേണമെന്ന്. എനിക്കിപ്പോൾ നല്ലൊരു ജീവിതമല്ലേ, എനിക്ക് നല്ലൊരു ഉപ്പാൻ്റെ ഉമ്മൻ്റെയും മോളാണ് ഞാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നോളം നല്ല അഭിമാനത്തോടെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാം, ഞാനൊരു വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള തെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അറിഞ്ഞിട്ടും അറിയാതെ നമുക്കറിയില്ല, ഞാനൊരു വലിയ തെറ്റും ചെയ്തില്ല എന്ന് എനിക്ക് പഠിച്ചവൻ്റെ മുമ്പിൽ എനിക്ക് ധൈര്യത്തിൽ പറയാം, നാട്ടുകാരുടെ മുമ്പിലും എനിക്ക് പറയാം. അപ്പം അത്രയും വിശ്വാസത്തിൽ ഞാൻ പറയുന്നു. പിന്നെ എനിക്കെന്താ, ഇതൊരു ലൈഫല്ലേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെല്ലാവരും ഭാഷയെ പറഞ്ഞാൽ ഒട്ടിച്ച പുരികം, പിന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ആക്കുന്നുണ്ട്, കണ്ണെഴുതുന്നുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ അതാണ്, എനിക്ക് സന്തോഷം അതാണ്. ഡെയിലി കുളിക്കുക, ഇങ്ങനെ ചെയ്യുക, എന്താ പറയുക, പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ പെർഫ്യൂം അടിക്കുക, കുറേ പാട്ട് കേൾക്കുക, പിന്നെ വീഡിയോ എടുക്കുക, ഷോർട്സ് ഇടുക. ഇതൊക്കെ തന്നെ എനിക്ക് അൽഹംദുലില്ലാ, ഇതൊക്കെ തന്നെ ധാരാളം. ഇത് മാത്രമല്ല, പ്രയർ ഇല്ലേ വയ്ക്കും, അത് ഞാൻ ഇതിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനോളം വലുതൊന്നുമില്ല. ഞാൻ അന്ന് എനിക്കിപ്പോഴും കുട്ടിക്കളിയാന്ന് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഉമ്മനെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു രസമാണ്. ഞാൻ വലിയ കാര്യങ്ങൾ ചിന്തിക്കൂല. ഉമ്മ ഇങ്ങനെ വലിയ വലിയ കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ പറയും, എന്തിന്, ഇതൊക്കെ പഠിച്ചോണ്ട് തരുന്നല്ലേ, നമുക്കറിയാം. നമ്മളിപ്പോൾ ആലോചിച്ച് കൂട്ടിയാൽ നമുക്കറിയാം അടുത്ത ഗതി എന്താണെന്ന്. അടുത്ത നിമിഷം, അടുത്ത സെക്കൻഡ് ഒന്നും അറിയില്ല. അപ്പം ഞാനും ഉമ്മനോട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല ഉമ്മ, എനിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നത്. ഉമ്മ ഇങ്ങനെ രാത്രി ഓരോന്ന് പറയുമ്പോൾ ഞാനത് കേൾക്കൂല, ഞാൻ വേറെ ടോപ്പിക്ക് എടുത്തിടാം. അപ്പം ഉമ്മ എന്നിട്ട് വേറെ ഒരാളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഓളെ കണ്ടിട്ട് ഞാൻ പഠിക്കണം, എന്നെ കണ്ട് ഓള് പഠിക്കേണ്ട അടുത്ത്. ഞാൻ അങ്ങനെ എൻ്റെ ഉപ്പാനെ പോലെ ഞാൻ ഒന്നും ചിന്തിക്കൂല. ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാമൻ്റെ മോളോ പറഞ്ഞ പോലെ
പിന്നെ അസുഖം ഉണ്ടാവുകയുള്ളൂ. പിന്നെ എനിക്ക് തന്നെ ആയിരിക്കും വേറെ ഇല്ലാത്ത അസുഖം വരാം. അപ്പം എന്തിന്? ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമല്ലേ, അത് നമ്മൾ അതിജീവിക്കാം. അപ്പോഴേ ഉള്ളൂ നമുക്ക് അതിനുള്ള ഒരു പ്രതിഫലം കിട്ടാം. അല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് ഓരോ നിമിഷവും എന്താ പറയുക വിഷമിച്ച് ഇല്ലാണ്ടാക്കരുത്. അപ്പം അതിനിടയിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഈ ലൈഫ് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. അൽഹംദുലില്ലാ, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഇഷ്ടപ്പെടാത്തൊരു കുറച്ചുണ്ട്, അതൊന്നും ഞാൻ മൈൻഡാക്കില്ല. റബ്ബിന് നമ്മളെ ഇഷ്ടമുണ്ടല്ലോ, നമ്മളെ ഉമ്മക്ക് ഇഷ്ടമുണ്ടല്ലോ, എനിക്കത് മതി. പഠിച്ചവനെ കഴിഞ്ഞാൽ നമ്മളെ ഉമ്മയല്ലേ ഉണ്ടാവുക, ഉമ്മയോളം വലിയ സ്നേഹം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് അതിലും വലുതൊന്നും ആരും വേണ്ട. പിന്നെ ആകെയുള്ളതൊരു കൂടപ്പറപ്പാണ്. ഞാൻ ഓളെ ഒന്നും ശരിയില്ല, ഓളിനെ ഒന്നും ശരിയില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ട്. ആ സ്നേഹം മരണം വരെ നിലനിൽക്കട്ടെ, ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഓളും ഓളെ മക്കളും, അതന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. എന്താ അലിമോനായാലും ജാസിയായാലും ദീലു ആയാലും, പിന്നെ ഞാനൊരു സിസ്റ്റർ എന്ന ലെവലിലല്ല മക്കളോട് നിൽക്കുന്നത്, ഫ്രണ്ട്ലി ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആ ഒരു റെസ്പെക്റ്റും ഉണ്ട്, കളിക്കാനും വരും ചെയ്യും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതിൽ ഹാപ്പിയാണ്. പക്ഷെ ഇവരിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല പ്രഷർ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ ഉമ്മാരോട് അങ്ങനെ പറയില്ല. അപ്പോൾ തലവേദനയും പ്രഷറിൻ്റെ ഗുളി അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉണ്ട് BP യും ഷുഗറൊക്കെ. ഞാൻ പറഞ്ഞു അതിനൊന്നും നിങ്ങൾ തളരണ്ട, എന്തിനാണ് വെറുതെ, ഒരു പറഞ്ഞത് അങ്ങോട്ട് പോയിക്കോട്ടെ. കൂടുതൽ നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കാ പറയാം, വയ്യാത്ത നിനക്കിത് തന്നിട്ട് എന്ത് വയ്യാത്ത, പഠിച്ചോനെത്തിച്ച് ഒരു വയ്യായി ഇപ്പോൾ ഇതുവരെ ഇല്ല. പിന്നെ ഇങ്ങനെയുള്ളത് നിങ്ങൾ വയ്യായി എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. കാരണം ഇതൊരു അവസ്ഥയാണ്. നമ്മൾ ഉമ്മ പറഞ്ഞ പോലെ നമ്മളെന്ത് കാര്യങ്ങളും നമ്മുടെ സങ്കടങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ അത് ഒരു അനുഭവത്തിൽ വരുമ്പോഴുള്ളൂ, അല്ലെങ്കിലൊക്കെ കെട്ടുകഥായിട്ട് എല്ലാവർക്കും തോന്നുള്ളൂ. പഠിച്ചോനെ അങ്ങനെ ഒന്നും ആർക്കും വരുത്താതിരിക്കട്ടെ. ഞാനോ ഇങ്ങനെ ആയി, ഇനി അങ്ങോട്ട് ഞാൻ എപ്പോഴും അതാ പ്രാർത്ഥിക്കുക. നമ്മൾ മക്കളിൽ ഒരുപാട് തലമുറ ഇനിയും ഉണ്ടല്ലോ അപ്പിൻ്റെ ഇതിൽ, പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരും ഇതിൽ. അപ്പിക്കുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാവരും തൊട്ടും പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. എനിക്ക് നല്ല പോലുള്ള ഒരാളായിരുന്നല്ലോ ഞാനും. അപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വന്നതാണല്ലോ, അപ്പോൾ ആ ഒരു ലെവൽ ആർക്കും വരാതിരിക്കട്ടെ. ആരോഗ്യമാണ് മക്കളെ ഏറ്റവും വലിയ സമ്പത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് വരരുത്. കാരണം ഞാൻ ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു സമയമായിരുന്നു അത്. കാരണം ഞാൻ അതൊന്നും അറിയിച്ചില്ല. ഇതിനിടയ്ക്ക് ലൈവ് ഇട്ടപ്പോൾ എന്നോട് വിശത്താത്ത് ചോദിച്ചിരുന്നു, മോളെ സൗണ്ട് എന്താ മാറിയെന്ന്. പിന്നെ ചോദിച്ച് വേറെ ആരോന്ന് ചോദിച്ച് എൻ്റെ സുഖമില്ലേന്ന്. ഞാൻ ഒഴിഞ്ഞു മാറി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അത് തോന്നിയതാണ്, എനിക്കും തോന്നി ജലദോഷം ഉണ്ടെന്ന്. പക്ഷെ നമ്മളെന്താ ചെയ്യുക, എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ അത് താളം തെറ്റും. ഞാനായാലും ആരായാലും എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും, കാരണം നമ്മളെ മനസ്സാണല്ലോ എല്ലാം, നമ്മളെ ഫേസിലല്ലല്ലോ, മനസ്സ് ഇതനുസരിച്ചല്ലേ ഫേസിലോട്ട് വരുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ഉൾക്കൊള്ളാത്ത ആളാണ്. പക്ഷെ അത് വിട്ടിട്ടോ, ഞാനത് വിട്ട്. പക്ഷെ ഞാനിത് മീഡിയയിൽ പറയുന്നത് ഇനി ഒരിക്കലും ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് അങ്ങനെ കല്യാണം കഴിച്ച് ഡിവോഴ്സായി ഭാര്യ മരിച്ച ആളാട്ടോ അവർ വന്നത്. അപ്പോൾ ഭാര്യ മരിച്ചതായാലും ഡിവോഴ്സായാലും എനിക്ക് വേണ്ടത് എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള കാര്യങ്ങളും എൻ്റെ യൂട്യൂബായിട്ട് ഈ ഒരു ലെവലിൽ മുന്നോട്ട് പോകാനും മതി. എനിക്ക് ആരും കല്യാണം ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട, ഇങ്ങനെ ഞാൻ പോട്ടെ. ഇനി അഥവാ എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിലുണ്ട് എന്ന് ഞാൻ ആദ്യം പറയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ്, അതായത് എൻ്റെ ഫാമിലി നിങ്ങളാണ്. ഞാൻ ആദ്യം പറയാം ഇങ്ങനെ നിങ്ങളോട് തന്നെയാണ്, ആ ഉറപ്പാണ്. പിന്നെന്താ, ഞാൻ കൂടുതലൊന്നും പറയില്ല. ആ ഒരു വിഷമം ഞങ്ങളടുത്ത് പങ്കുവെച്ച്. അപ്പം എന്താ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.